ഹലോ, എല്ലാവർക്കും മാത്സിന്റെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാത്സിന്റെ സർക്കിൾസ് എന്ന് പറയുന്ന അവ വളരെയധികം ചോദ്യത്തിന് പ്രോബബിലിറ്റി ഉള്ള സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ടോപ്പിക്കിലുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകാം. അതിനുശേഷം ഒരു 5 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം, ഈ ഒരു പിക്ചറിൽ കാണുന്ന ഒരു ഫാക്ട് നിങ്ങൾക്ക് അറിയാം. ഒന്നാമത് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട ഒരു കാര്യം, ആംഗിൾ ഇൻ എ സെമി സർക്കിൾ, ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് എ റൈറ്റ് ആംഗിൾ. അർദ്ധവൃത്തത്തിൽ ഒരു ആംഗിൾ എന്താണ്? അത് മട്ടകോണാണ്, അഥവാ 90 ഡിഗ്രി ആണ് എന്ന് പറയുന്ന ഒരു കാര്യം. അഥവാ നിങ്ങളോട് ചോദ്യത്തിൽ പറയാണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താണ് ഇവിടെ പി ക്യു. പി ക്യു എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ് അല്ലെങ്കിൽ വ്യാസമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓഫ് കോഴ്സ് മനസ്സിലായിക്കോള, ഇവിടെ പി ആർ ബി എന്ന് പറയുന്ന ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇനിയല്ല, നേരെ തിരിച്ചു അവർ ചോദിക്കാം, പി ആർ ബി പി ആർ ക്യു എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും? പി ക്യു എന്ന് പറയുന്നത് ഇതിന്റെ വ്യാസമായിരിക്കും അല്ലെങ്കിൽ ഡയമീറ്റർ ആയിരിക്കും. ഒന്നാമത്തെ ഫാക്ട് പഠിച്ചേ, അർദ്ധവൃത്തത്തിലുള്ള സെമി സർക്കിളിലുള്ള ആംഗിള് അഥവാ ഡയമീറ്ററിന്റെ 2 പോയിന്റുകൾ കണക്ട് ചെയ്തിട്ട് അത് സർക്കിളിൽ എവിടെ ടച്ച് ചെയ്താലും, അത് ഇവിടെ മാത്രമൊന്നല്ല, നിങ്ങൾക്ക് വേറൊന്നും ഇവിടെ വരക്കാം, ഇതും എന്താണ്? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ സെമി സർക്കിളിലുള്ള എല്ലാ ആംഗിൾസും എന്താണ്? 90 ഡിഗ്രി ആണ്. രണ്ടാമത്തെ ഫാക്ട്, നിങ്ങൾ പൈതഗോറസ് തിയറം പഠിച്ചിട്ടുണ്ടാവും. ഹൈപ്പോട്ടനസ് ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈറ്റ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ അല്ലെ? അപ്പൊ മലയാളത്തിൽ പറഞ്ഞാൽ കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ. ആ ഒരു പൈതഗോറസ് തിയറി നിങ്ങൾ ഇവിടെ ഒന്ന് പൊടി തട്ടി വെക്കുക. ചിലപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ചില സ്ഥലങ്ങളിൽ ഈ പറയുന്ന ഒരു ഫാക്ട് ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പൊ ഇത് ചിലപ്പം ചില കാൽക്കുലേഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത് മസ്റ്റ് ആയിട്ട് വരും. അപ്പൊ പൈതഗോറസ് തിയറം വിടണ്ട, പൈതഗോറസ് തിയറം എന്ത് ചെയ്യുക, ഒന്ന് ചെയ്തു വെക്കാം. അടുത്തൊരു ഫാക്ട്, ഈ എ ബി എന്ന് പറയുന്നത് ഒരു ആർക്കാണ്. നമ്മൾ സർക്കിളിൽ എന്ത് ചെയ്യും, ഈ പറയുന്ന എ ബി എന്നുള്ളതിന് നമ്മൾ ആർക്ക് എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ എ ബി എന്ന് പറയുന്ന ആർക്ക് അതിന്റെ ആൾട്ടർനേറ്റ് സെഗ്മെന്റ് എന്ന് പറയും. അഥവാ ഈ എ ബി എന്ന് പറയുന്ന ആർക്ക് അല്ലാത്തതിനെയാണ് അതിന്റെ ബാക്കിയുള്ള, കാരണം എ ബി എന്ന് പറയുന്ന ആർക്ക് ഇത്രയേ ഉള്ളൂ, അതിന്റെ ബാക്കിയുള്ളതിനെയാണ് നമ്മൾ ആൾട്ടർനേറ്റ് എന്ന് പറയാം, ആൾട്ടർനേറ്റ് സെഗ്മെന്റ്. അപ്പൊ ഒരു ആർക്ക് അതിന്റെ ആൾട്ടർനേറ്റ് സെഗ്മെന്റിൽ എവിടെ ആംഗിൾ ക്രിയേറ്റ് ചെയ്താലും അത് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ ഈ പറയുന്ന ആംഗിൾ എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആയിരിക്കും, ഇതും എന്തായിരിക്കും? എക്സ് ആയിരിക്കും. അപ്പൊ ഒരു ആർക്ക് അതിന്റെ ആൾട്ടർനേറ്റ് സെഗ്മെന്റ്, അപ്പൊ ഒരു ഞാൻ ഉണ്ടാക്കുന്ന കോണുകൾ, ഞാന് അതിന്റെ ഓപ്പോസിറ്റ് സെഗ്മെന്റ് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഓപ്പോസിറ്റ് ഞാനിൽ ഉണ്ടാക്കുന്ന എല്ലാ ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതൊരു ഫാക്റ്റ് ആണ്, പഠിച്ചു വെക്കണം, കാരണം പല ക്വസ്റ്റ്യൻസിലും ഇത് ചോദിക്കുന്നുണ്ട്. അടുത്തൊരു ഫാക്ട്, നേരത്തെ പറഞ്ഞത് എന്താണ്? ഒരു ഞാന് അതിന്റെ ഓപ്പോസിറ്റ് സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന ആംഗിളുകളെല്ലാം ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന ആംഗിളുകളെല്ലാം ഈക്വൽ ആണ്. ഇനി ഇവിടെ പറയുന്നത്, ഈ എ ബി എന്ന് പറയുന്ന ഈ ആർക്ക് അല്ലെങ്കിൽ ഈ ചാപം അത് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ എ ഒ ബി എന്ന് പറയുന്ന ആംഗിളിന്റെ പകുതി ആയിരിക്കും അത് ഓപ്പോസിറ്റ് സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ഓക്കെ ആണോ? അപ്പൊ എ ബി എന്ന് പറയുന്ന ചാപം, എ ബി എന്ന് പറയുന്ന കോഡ് അത് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഇത് 2x ആണെങ്കിൽ ഇതിന്റെ 2x/2 ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഇവിടെ, അഥവാ എക്സ് ആയിരിക്കും ഇതിന്റെ ആംഗിൾ. അപ്പൊ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതി ആയിരിക്കും ഓപ്പോസിറ്റ് ആൾട്ടർനേറ്റ് സെഗ്മെന്റ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പൊ ഒരു ചാപം കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതി. അപ്പൊ ഇത് 100 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 50 ആയിരിക്കും. ഓക്കെ, അടുത്ത ഫാക്റ്റും നിങ്ങൾ പഠിച്ചേ. ഇനി അടുത്തത്, ഒരു ചക്രീയ ചതുർഭുജം. ചക്രീയ ചതുർഭുജം സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 4 സൈഡ്സും ഒരു സർക്കിളിൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, അവ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ 4 സൈഡ്സും ഒരു സർക്കിളിന്റെ പാർട്ട് ആണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ്
സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജം. ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? സപ്ലിമെന്ററി എന്നാണ് പറയുക, അഥവാ രണ്ടിന്റെയും സമ്മ് 180 ആയിരിക്കും. എ പ്ലസ് സി എത്ര ആയിരിക്കും? 180 ആയിരിക്കും. പി പ്ലസ് ഡി എന്തായിരിക്കും? 180 ആയിരിക്കും. ഇതും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഫാക്ട് തന്നെയാണ്. അടുത്തത് ഇനി ഒരു 3 ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഇക്വേഷൻ പഠിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ ഒരു എസെൻസ് കൂടി അറിഞ്ഞിരിക്കണം. ഇവിടെ എ ബി എന്ന് പറയുന്ന ലൈനും സി ഡി എന്ന് പറയുന്ന ലൈനും പിയിലാണ് മീറ്റ് ചെയ്യുന്നത്. അത് ശ്രദ്ധിക്കണേ. ചിലപ്പോൾ ഇവർ നിങ്ങളെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് വേറെ പല രീതിയിലും ചോദിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താണ്, ഇങ്ങനെ ഒരു സർക്കിൾ വന്നിട്ട് നിങ്ങളോട് പറയും ഇവിടെ ബി ആണ്, ഇവിടെ പി ക്യു ആണ്, ഇവിടെ എന്താണ് ആർ എസ് ആണ്. അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഈ സെൻട്രലിലുള്ള പോയിന്റ് എടുക്കുക, അതിൽ നിന്ന് ഇങ്ങോട്ട് പി എ ഇൻറ്റു പി ബി, പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു എന്താണ്? പി സി ഇൻറ്റു പി ഡി ആണ്. സെൻട്രലിൽ നിന്ന് എടുക്കണം. ഓക്കെ, അപ്പൊ സെൻട്രലിൽ നിന്ന് എടുക്കുക. സെൻട്രലിൽ നിന്ന് പി എ ഇൻറ്റു പി ബി, കളർ ഒന്ന് മാറ്റിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. പി സി ഇൻറ്റു പി ഡി. അപ്പൊ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ ബി ആണ് സെന്റർ. അപ്പോ ബി പി ഇൻറ്റു ബി ക്യു ഈസ് ഈക്വൽ ടു എന്താണ്? ബി ആർ ഇൻറ്റു ബി എസ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ പറയുന്ന ഒരു കാര്യം എന്ത് ചെയ്യണം? ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഓക്കെ ആണല്ലോ. ഫാക്ട് ക്ലിയർ അല്ലേ? അടുത്ത ഒരു ഇക്വേഷൻ പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇതിലും നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ്? പി എ ഫുൾ ലെങ്ത് ആണ്, പി ബി ഇവിടെ വൃത്തത്തിന്റെ അടുത്ത പോയിന്റ് വരെയുള്ളതാണ്. അതേപോലെ തന്നെ പി സി ഇൻറ്റു പി ഡി. ഓക്കെ ആണല്ലോ. പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇവിടെയും നിങ്ങളെ കൺഫ്യൂസിങ് ആക്കി ചോദിച്ചു എന്ന് വരാം. ഇങ്ങനെ എന്ത് ചെയ്യും? ലൈന് വരക്കും. അപ്പൊ എന്ത് ചെയ്യും? ഇവര് വേറെ എന്തെങ്കിലും ചോദിക്കും. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? എ തരും, ഇവിടെ എന്ത് ചെയ്യും? പി തരും, ഇവിടെ പി ക്യു തരും, ഇവിടെ ആറ് എസ് തരും. അപ്പൊ എന്താണ് നിങ്ങൾ ചെയ്യുക? എ ക്യു ഇൻറ്റു എ പി ഇസ് ഈക്വൽ ടു എ എസ് ഇൻറ്റു എ ആർ. അവ ഈ ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല, ഈ ഇക്വേഷൻ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നത് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് അറിഞ്ഞിരിക്കണം. അടുത്തൊരു ഫാക്ട്, പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ. എ ബി എന്ന് പറയുന്നത് എന്താണ്? സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. ഓക്കെ, സർക്കിളിന്റെ ഡയമീറ്റർ. ഇത് നിങ്ങൾക്ക് പല സ്ഥലത്തും ആവശ്യം വരും, ഞാൻ അത് കാണിച്ചു തരാം. പി എ ഇൻറ്റു പി ബി. അപ്പൊ ഇവിടെ ഇതാണ് പി എന്ന് പറയുന്നത്. അപ്പൊ പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു, ശരിക്കും നേരത്തെ പഠിച്ചത് എന്ത് വരണം? പി സി ഇൻറ്റു പി ഡി എന്നാണ് വരേണ്ടത് അല്ലെ? ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ അനുസരിച്ച് ഇവിടെ പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്നാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ എന്താണ്? ഡയമീറ്റർ ഇത് പെർപെൻഡിക്കുലർ ആണല്ലോ. ഡയമീറ്റർ മറ്റൊരു ഈ പറയുന്ന ഒരു കോഡിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിനെ ബൈസെക്ട് ചെയ്യും എന്നുള്ള റൂൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പി സി ഈസ് ഈക്വൽ ടു പി ഡി ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പി സിനെ പി ഡിനെ പി സി കൊണ്ട് റീപ്ലേസ് ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? പി സി ഇൻറ്റു പി സി, പി സി സ്ക്വയർ. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഒരു ഇക്വേഷനും നിങ്ങൾ എന്ത് ചെയ്തു? പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യമാണ്. ഇനി ഇവിടെ നിങ്ങളോട് ഒരു ചതുരം വരക്കാൻ പറയും. എന്ത് ചെയ്യും? ഒരു ചതുരം. ഇപ്പൊ ഇത് ഒരു 5 സെന്റിമീറ്റർ നീളവും 2 സെന്റിമീറ്റർ വീതിയുള്ള ഒരു ചതുരം വരക്കാൻ പറയും. ചതുരം മീൻസ് ക്വാഡ്രിലാറ്ററൽ. എന്നിട്ട് നിങ്ങളോട് എന്ത് പറയും? അതേ വിസ്തീർണമുള്ള അല്ലെങ്കിൽ അതേ പരപ്പളവുള്ള അല്ലെങ്കിൽ അതേ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരക്കാൻ പറയും. അപ്പൊ നിങ്ങൾക്ക് അത് വളരെ കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്താണ്? നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം ഈ ചതുരം വരക്കുക. ഞാൻ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഈ ചതുരം ഇങ്ങ് വരക്കുക. ഓക്കെ, ചതുരം വരക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ചതുരത്തിന്റെ ബ്രെഡ്ത്ത് ഉണ്ടല്ലോ, ചതുരത്തിന്റെ ബ്രെഡ്ത്തിന് എന്ത് ചെയ്യുക? ലെങ്തിലേക്ക് മാറ്റി വരക്കുക. അതെങ്ങനെ വരക്കണം എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ കോമ്പസ് എടുക്കുക. കോമ്പസിന്റെ ഒരു അറ്റം ഇവിടെയും ഒരറ്റം ഇവിടെയും പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഇതേ കോമ്പസ് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരക്കുക. എന്നിട്ട് ഈ ലൈൻ നീട്ടി വരച്ചാൽ ഇത് എവിടെയാണോ മീറ്റ് ചെയ്യുന്നത്, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ പറയുന്ന ബ്രെഡ്ത്ത് വീതിയിൽ എന്ത് ചെയ്യും? ഈ വീതി നമുക്ക് നീളത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു വീതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നീളത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം.
അങ്ങനെ നീളത്തിലേക്ക് കൺവേർട്ട് ചെയ്താൽ നിങ്ങൾക്ക് നീളവും വീതിയും ഉള്ള ഒരു ലൈൻ കിട്ടി അല്ലെ. അപ്പൊ ഇവിടെ 5 ആണ്, ഇവിടെ 2 ആണ്. ഇത്തരത്തിലുള്ള ഒരു ലൈൻ കിട്ടിയല്ലോ. എന്നിട്ട് ഇത് വ്യാസമായിട്ട് അല്ലെ ഇത് ഡയമീറ്റർ ആയിട്ട് നിങ്ങളൊരു സർക്കിൾ വരക്കണം. എങ്ങനെ വരക്കും? ഇതിന്റെ ഹാഫിനേക്കാൾ കൂടുതൽ എടുക്കുക, കോമ്പസ് കൊണ്ട് ഇവിടെയും ഇവിടെയും ഒരു ആർക്ക് ഇടുക, ഓപ്പോസിറ്റ് എന്ത് ചെയ്യുക, എടുക്കുക, ആർക്ക് ഇടുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇതിന്റെ സെന്റർ കിട്ടും. സെന്റർ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? സർക്കിൾ വരക്കുക. അപ്പൊ സർക്കിൾ വരച്ചാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ, ഇത് നീട്ടി വരച്ചാൽ എന്ത് ചെയ്യും? ഇവിടെ ഒരു പി സി എന്ന് പറയുന്ന ഒരു ലെങ്ത് കിട്ടുമല്ലോ. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, പി സി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? പി എ ഇൻറ്റു പി ബി അല്ലേ പി സി സ്ക്വയർ. അപ്പൊ പി സി എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് പി എ ഇൻറ്റു പി ബി ആയിരിക്കും. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ പറയുന്ന റൂട്ട് ഇവിടത്തെ കണക്കനുസരിച്ചാണെങ്കിൽ റൂട്ട് 10 ഉള്ള റൂട്ട് 10 സൈഡ് ആയിരിക്കുന്ന ഒരു സ്ക്വയർ കിട്ടും. ഇനി സ്ക്വയറിന്റെ ബാക്കി എങ്ങനെ വരയ്ക്കുന്നു നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറയുന്നത് കോമ്പസിൽ എടുക്കുക. ഈ പറയുന്നത് കോമ്പസിൽ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങോട്ടേക്ക് വരക്കുക. അപ്പൊ നിങ്ങൾ ഇത് ലൈന് നേരെ വരച്ചാൽ ഇത് എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്തു? ഇതേ ലെങ്ത്തിൽ ലൈൻ ഇങ്ങോട്ട് കിട്ടി. ഇനി അടുത്ത 2 ലൈൻ വേണ്ടേ? ഇതേ ലെങ്ത് ഈ പറയുന്ന ഒരു സൈഡിന്റെ ലെങ്ത് എടുത്ത് ഇവിടുന്ന് കോമ്പസ് ഇവിടെയും വെക്കുക. അതേപോലെ തന്നെ എന്താണ്, ഇവിടുന്ന് വെച്ചിട്ട് ഇവിടെയും എന്ത് ചെയ്യുക? കോമ്പസ് വരക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ പറയുന്നത് യോജിപ്പിച്ചാൽ ഒരു സ്ക്വയർ കിട്ടും. ഇതാണ് ഈ ചാപ്റ്ററിൽ വളരെ അൾട്ടിമേറ്റ് ആയി ചോദിക്കുന്ന ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അവ നിർബന്ധമായിട്ടും ചോദിച്ചേക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ അടുത്തൊരു ഫാക്ട് ഉള്ളത്, നിങ്ങളോട് ഒരു സർക്കിൾ വരക്കാൻ പറയും. എന്നിട്ട് 2 3 ആംഗിളുകൾ തന്നിട്ട് അവ നിങ്ങളോട് 2 സർക്കിൾ തന്നിട്ട് 2 3 ആംഗിളുകൾ വരയ്ക്കാൻ പറയും. അവ ഈ ഒരു സർക്കിൾ ഇൻസർക്കിൾ ആയിട്ട് നിങ്ങളോട് ഒരു ആംഗിൾ വരക്കാൻ പറയും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഒരു 50 70 ഡിഗ്രി ഉള്ള ഒരു ട്രയാങ്കിൾ ആണ് നിങ്ങളോട് വരക്കാൻ പറയുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ 50 180യിൽ നിന്ന് എന്ത് ചെയ്യുക? ഇതിനെ മൈനസ് ചെയ്യാം. 180യിൽ നിന്ന് 70യെ മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? 180 മൈനസ് ദിസ് നമ്പർ എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും? 110 കിട്ടും. 110ൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ഒരു ആംഗിൾ വരക്കുക. എന്താണ്? 110ൽ നിങ്ങൾ ഒരു ആംഗിൾ വരക്കുക. ഓക്കെ ആണല്ലോ. 110ൽ നിങ്ങൾ ഒരു ആംഗിൾ വരക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത ആംഗിൾ വേണ്ടേ? എത്രയാണ് വേണ്ടത്? 50 ആണല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? 50 180 മൈനസ് 50 130ൽ എന്ത് ചെയ്യുക? വേറൊരു ആംഗിളും കൂടി വരക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു പോയിന്റിൽ നിന്നും എന്താണ്? ഈ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പെർപെൻഡിക്കുലർ വരക്കുക. ഈ പോയിന്റിൽ നിന്നും നിങ്ങൾ ഒരു പെർപെൻഡിക്കുലർ വരക്കുക. ഇത് 110 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 70 ആയിരിക്കും. ഇനി ഇത് നിങ്ങൾ നീട്ടി വരച്ചോ. ഇവിടെ നിങ്ങൾ എത്രയാണ്? 130 അല്ലേ? ഓക്കെ, 130 ഇത്രയും ഉണ്ടാവില്ല. ഈ 130യിൽ ഇവിടുന്ന് നിങ്ങൾ ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇവിടെ കിട്ടുന്നത് 50 ആയിരിക്കും. പിന്നെ ഈ 2 ലൈനും എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്തു? തേർഡ് ആംഗിൾ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് 2023 5 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. നിങ്ങളോട് ആദ്യം 24 സ്ക്വയർ സെന്റിമീറ്റർ ഉള്ള ഒരു റെക്ടാങ്കിൾ വരക്കാൻ പറയുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതേ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരക്കാൻ പറയുന്നു. ഓക്കെ ആണല്ലോ ഫാക്ട്. നിങ്ങളോട് 24 സെന്റിമീറ്റർ പരപ്പളവുള്ള ഒരു ചതുരം വരക്കാൻ പറയുന്നു. എന്നിട്ട് അതേ പരപ്പളവുള്ള ഒരു സമചതുരം വരക്കണം. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു റെക്ടാങ്കിൾ വരക്കണം അല്ലെ. 6 സെന്റിമീറ്റർ ലോങ്ങും 4 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ ലോങ്ങും 4 സെന്റിമീറ്റർ വീതിയും. അത് അങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 3ഉം 8ഉം ആക്കാം, 24 ആണ്. ഇനി 6ഉം 4ഉം ആക്കാം, 12ഉം 2ഉം ആക്കാം. അവ ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞു എന്ന് മാത്രം. 6 ഇൻറ്റു 4 സെന്റിമീറ്റർ ഉള്ള ഒരു എന്ത് ചെയ്യാം? റെക്ടാങ്കിൾ വരക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ എ ബി എന്ന് പറയുന്ന വീതി ഞാൻ പിക്ചർ കാണിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യും? മനസ്സിലാവും. ഈ നോട്ട്സ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് കമന്റ് ചെയ്താൽ ഞാൻ എന്ത് ചെയ്യാം? ഒരു ടെലഗ്രാം ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് നോട്ട് അതിൽ അവൈലബിൾ ആക്കാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 6 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും ഉള്ള ഒരു ABCD എന്ന് പറയുന്ന
ഒരു റെക്ടാങ്കിൾ വരച്ചു. ഓക്കെ, എന്താണ് ആദ്യം നമ്മൾ ചെയ്യുന്ന പരിപാടി? എന്താണ്? ഇവിടെ ഈ പറയുന്ന ABCD എന്ന് പറയുന്ന റെക്ടാങ്കിള് 6 സെന്റിമീറ്റർ നീളത്തിലും 4 സെന്റിമീറ്റർ വീതിയിലും വരച്ചു. ഇനി നമ്മൾ ചെയ്ത പരിപാടി എന്താണ്? ഈ പറയുന്ന BC എന്ന് പറയുന്ന ലെങ്തിന് എന്ത് ചെയ്തു? ഞാൻ കോമ്പാസ് ഇവിടെ വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടേക്ക് മാർക്ക് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇത് നീട്ടി ഇവിടം വരെ എത്തിച്ചു. ഓക്കെ, അപ്പൊ എനിക്ക് എന്ത് ചെയ്തു? ഇവിടെ AE എന്ന് പറയുന്ന ഒരു ലൈൻ കിട്ടി. അവ ഈ 6 സെന്റിമീറ്റർ നീളവും 4 സെന്റിമീറ്റർ വീതിയും ഒരേ ലൈനിലേക്ക് എന്ത് ചെയ്തു? എനിക്ക് കിട്ടി. ഇനി ഞാൻ ഇതിന്റെ സെന്റർ എടുക്കാൻ പോവാണ്. ഞാൻ ഇവിടുന്ന് ഹാഫിനേക്കാൾ കൂടുതൽ മാർക്ക് ചെയ്തു, ഇവിടെയും ഹാഫിനേക്കാൾ കൂടുതൽ മാർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇത് കണക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഞാൻ ഇത് കണക്ട് ചെയ്തു. ഇത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു സർക്കിൾ വരച്ചു. അപ്പൊ ഇത് റേഡിയസ് ആയിട്ട് ഒരു സർക്കിൾ വരച്ചു. ആ സർക്കിൾ ഞാൻ വരച്ചു. ആ സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ BC എന്ന് പറയുന്ന ഒരു ലെങ്ത് ഉണ്ട്. ഇത് നീട്ടി വരച്ചാൽ എനിക്ക് സർക്കിളിലേക്ക് പുതിയൊരു ലൈൻ കിട്ടും, ഇല്ലേ? അപ്പൊ ഇതിന്റെ ലെങ്ത് എത്രയായിരിക്കും? നമ്മൾ നേരത്തെ പഠിച്ചതനുസരിച്ച് ഇവിടെയുള്ള കണക്കനുസരിച്ച് BA into BE ഈസ് ഈക്വൽ ടു എന്താണ്? BF സ്ക്വയർ ആണല്ലോ. അപ്പൊ BF-ന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? BF-ന്റെ ലെങ്ത് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് BA into BE. ഇവിടെ അറിയാലോ എത്രയാണ്? 24 ആണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് 24 ആയിരിക്കും ഇതിന്റെ എന്ത് ലെങ്ത്. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 24 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്തു? ഇത് റൂട്ട് 24 ആണ്. അതിനെ ചെറുതാക്കാം, ഞാൻ ചെറുതാക്കുന്നില്ല. അപ്പൊ ഇത് നിങ്ങൾ എങ്ങനെ സ്ക്വയർ വരക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ലെങ്ത് കോമ്പസിൽ മാർക്ക് ചെയ്യാം. എന്നിട്ട് നേരെ ഇവിടെ എവിടെയെങ്കിലും എന്ത് ചെയ്യുക? അതൊരു ചാപം വരക്കുക. ഇത് നീട്ടി വരച്ചാൽ എവിടെയാണോ മീറ്റ് ചെയ്യുന്നത്, അപ്പൊ ഇതേ ലെങ്ത്തിൽ BF-ന്റെ അതേ ലെങ്ത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തു? BG കിട്ടി. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേ അളവ് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ ഒരു ആർക്ക് ഇടണം. അതേ അളവ് തന്നെ കോമ്പസ് ഇവിടെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെയും മാർക്ക് ചെയ്യണം. അപ്പൊ ഈ ഒരു പോയിന്റ് ഇങ്ങോട്ട് നീട്ടി വരച്ചാൽ എന്താണ്? അതും ഈ പറയുന്ന റൂട്ട് 24 ആണ്. ഇവിടെയും എന്താണ്? അത് റൂട്ട് 24 ആണ്. അപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് വൺ, അടുത്തൊരു ചോദ്യം. ABCD എന്ന് പറയുന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ABCD എന്ന് പറയുന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ആംഗിൾ A+C എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ D+B എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നതല്ല. A+D 210 ആണ്. D+C എന്താണ്? 250 ആണ്. അങ്ങനെയാണെങ്കിൽ A+C എത്രയായിരിക്കും? അതേപോലെ തന്നെ എന്താണ്? എയുടെയും സിയുടെയും മെഷേഴ്സ് കണ്ടുപിടിക്കണം. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ പറയുന്ന ABCD എന്ന് പറയുന്നത് ചക്രീയ ചതുർഭുജാണ്. അപ്പൊ ചക്രീയ ചതുർഭുജാവുമ്പോ ഇത് രണ്ടും 180, ഇത് രണ്ടും 180 നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ ഇവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് A+D 210 ആണ്. D+C എന്താണ്? 250 ആണ്. A+C ആംഗിൾ A+C എത്രയാണ്? കോൺ A പ്ലസ് കോൺ C എത്രയാണ്? അതേപോലെ തന്നെ AC ഇവയുടെ അളവുകൾ എത്രയാണ്? 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വളരെ പെട്ടെന്ന് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? A+C എത്രയാണ് എന്നതാ ചോദ്യം. അത് നമുക്ക് ഓൾറെഡി അറിയാം. ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് തന്നുകൊണ്ട് തന്നെ A+C ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണ്. ഇനി ചോദ്യത്തിൽ തന്നിരിക്കുന്ന രണ്ട് ഇൻഫർമേഷൻ, ആംഗിൾ A+D എത്രയാണ്? അവ കോൺ A പ്ലസ് കോൺ D എത്രയാണ്? 210 ആണ്. ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷനോ കോൺ D പ്ലസ് കോൺ C 250 ആണ്. അപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷൻ ഇതുപോലെ സോൾവ് ചെയ്യാൻ പറ്റാത്ത സംഗതികൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ ഇത് ആഡ് ചെയ്യും, അല്ലെങ്കിൽ ഇത് മൈനസ് ചെയ്യും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഇത് ആഡ് ചെയ്യണം. അപ്പൊ രണ്ട് ഇക്വേഷൻ കൂടി ആഡ് ചെയ്തപ്പം A+D പ്ലസ് D+C എന്ന് പറയുമ്പോൾ 460 അഥവാ 210 പ്ലസ് 250 എന്ത് ചെയ്യും? നമുക്ക് 460 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ രണ്ട് D ഉള്ളത് കൊണ്ട് ആംഗിൾ A+2 ആംഗിൾ D+C ഈസ് ഈക്വൽ ടു 460. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 2D നെ ഒന്ന് മുന്നിലേക്ക് മാറ്റി എഴുതി. ആംഗിൾ A+C ഈസ് ഈക്വൽ ടു 460. ഓൾറെഡി ആംഗിൾ A+C എന്ന് പറയുന്നത് 180 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചല്ലോ.
അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആംഗിൾ എ പ്ലസ് സിക്ക് പകരം 180 ഡിഗ്രി എന്ന് എഴുതാലോ. അപ്പൊ 2 ഇൻറ്റു ആംഗിൾ ഡി പ്ലസ് 180 ഈസ് ഈക്വൽ ടു 460 എന്ന് കിട്ടും. അപ്പൊ 2 ആംഗിൾ ഡി എന്ന് പറയുന്നത് 460 മൈനസ് 180 ഈസ് ഈക്വൽ ടു എന്താണ്, 280 ഡിഗ്രി ആണ്. അപ്പൊ ഇനി നമുക്ക് കിട്ടിയല്ലോ, ഡി എന്ന് പറയുന്നത് എന്താണ്, 280 ഡിഗ്രി മൈനസ് 2 ഈസ് ഈക്വൽ ടു 140. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഡി എന്ന് പറയുന്ന ആംഗിള് 140 ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി രണ്ട് ഇക്വേഷനിലും ഒന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു, എ പ്ലസ് ഡി ഈസ് ഈക്വൽ ടു 210 എന്നാണല്ലോ. അപ്പൊ ഡീനെ നമുക്ക് ഇവിടെ റീപ്ലേസ് ചെയ്യാലോ. ആംഗിൾ എ പ്ലസ് 140 ഈസ് ഈക്വൽ ടു 210. അപ്പോ എ ഈസ് ഈക്വൽ ടു 210 മൈനസ് 140 ഈസ് ഈക്വൽ ടു 70. നമുക്ക് എന്ത് ചെയ്തു, അടുത്ത കാര്യം കിട്ടി. ഇനി രണ്ടാമത്തെ ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യാണ് ആംഗിൾ ഡി പ്ലസ് സി ഈസ് ഈക്വൽ ടു 250. എന്താണ്, ആംഗിൾ ഡി പ്ലസ് സി ഈസ് ഈക്വൽ ടു 250. ഓൾറെഡി നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ആണ്. അതിൽ നമ്മൾ ഡി യെ റീപ്ലേസ് ചെയ്തിട്ട് 140 എന്ന് കൊടുത്തു. അപ്പൊ 140 പ്ലസ് സി ഈസ് ഈക്വൽ ടു 250. അപ്പൊ സി ഇവിടെ നിർത്തിയിട്ട് നമുക്ക് 140 ഓപ്പോസിറ്റ് എടുത്താൽ മൈനസ് ആയില്ലേ. അപ്പൊ 250 മൈനസ് 140 ഈസ് ഈക്വൽ ടു 110. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചേ. അപ്പൊ ഇത് ഓക്കെ അല്ലേ? ഒന്നുകൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. എ പ്ലസ് സി എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം, ചക്രീയ ചതുർഭുജ ആണെങ്കിൽ, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്, 180 ഡിഗ്രി ആണ്. പിന്നെ തന്നിരിക്കുന്ന രണ്ട് ഇക്വേഷൻ നമ്മൾ എടുത്തു, ഈ രണ്ട് ഇക്വേഷനും നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടി, 2 ആംഗിൾ ഡി പ്ലസ് ആംഗിൾ എ പ്ലസ് സി ഈസ് ഈക്വൽ ടു 460. ഇതിൽ ആംഗിൾ എ പ്ലസ് സി ഓൾറെഡി നമുക്ക് അറിയാലോ 180 ഡിഗ്രി ആണ്. അത് നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പൊ 2D 280 ആണെന്ന് കിട്ടി. അപ്പൊ D 140 ആണെന്ന് കിട്ടി. പിന്നെ രണ്ട് ഇക്വേഷൻസിലും നമ്മൾ എന്ത് ചെയ്തു, ഈ പറയുന്ന കാര്യം അപ്ലൈ ചെയ്തു. നമുക്ക് എന്ത് ചെയ്തു, ആൻസർ കിട്ടി. ഇനി നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വന്നാൽ ഈ ഇക്വേഷൻ നിങ്ങൾ മറക്കരുത്. എന്തായിരിക്കും ഇവിടുത്തെ ഇക്വേഷൻ, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ ചില ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. എ ബി 10 ആണ്, പി ബി 4 ആണ്, പി ഡി 3 ആണ്, പി എ കണ്ടുപിടിക്കണം, പി സി കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ, നമുക്ക് കണ്ടുപിടിക്കാം. ചോദ്യം ഈ പറയുന്ന പി എന്ന് പറയുന്ന ബിന്ദുവിൽ മുറിച്ച് കടക്കുന്നു. എ ബി 17 സെന്റിമീറ്റർ, പി എ 9, സോറി ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ക്വസ്റ്റ്യൻസിൽ 10, 4, 3 അല്ലേ, ഇവിടെ സോറി ഇത് മാറിപ്പോയതാണ്. 1 സെക്കൻഡ്. ഇത് 10 സെന്റിമീറ്റർ ആണ്, ഇത് 4 സെന്റിമീറ്റർ ആണ്, ഇത് 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട, അത് ടൈപ്പ് ചെയ്തപ്പോൾ ചെറുതായിട്ടൊന്ന് മാറിപ്പോയതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പൊ തന്നിരിക്കുന്നത് അനുസരിച്ച് നമുക്ക് ഇവിടെ അറിയാം, പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആണ് ഇവിടുത്തെ ഇക്വേഷൻ. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എടുത്തു. എ ബി എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്, പി ബി എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന പി ഡി എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. ഓൾറെഡി ചോദ്യത്തിൽ തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, പി എ കണ്ടുപിടിക്കണമെങ്കിൽ, പി എ എന്ന് പറയുന്നത് എന്താണ്, ഈ പിക്ചറിൽ പി എ എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള എ ബി മൈനസ് പി ബി അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്തു, പി എ ഈസ് ഈക്വൽ ടു എ ബി മൈനസ് പി ബി. ഇപ്പൊ ഇവിടെ എന്താണ്, പി എ എന്ന് പറയുന്നത് ഈ ലെങ്ത് ആണ്, ഈ ലെങ്ത് എന്ന് പറയുന്നത് മൊത്തം ലെങ്ത് മൈനസ് ഈ ലെങ്ത് ആണല്ലോ. അപ്പൊ പി എ എന്ന് പറയുന്നത് എ ബി മൈനസ് പി ബി, 10 മൈനസ് 4 6 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു കാര്യം കിട്ടിയല്ലോ, പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. പി എ ഓൾറെഡി നമുക്ക് ബേസിക് കാൽക്കുലേഷൻ വെച്ച് കണ്ടുപിടിക്കാം. ഇനി ഇവിടെ പി സി അല്ലേ കണ്ടുപിടിക്കേണ്ടത്. എല്ലാത്തിനും നമ്മൾ ഇൻഫർമേഷൻ കൊടുത്തു. 6 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു 3. അപ്പൊ പി സിന് ഇവിടെ വെച്ചാൽ ബാക്കിയുള്ളതൊക്കെ ഓപ്പോസിറ്റ് പോയാൽ 6 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 3. ഈ 6ഉം 3യും വെട്ടിപ്പോയി, 2/1 കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, 2 ഇൻറ്റു 4 8 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ അല്ലേ, ഈ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് കുറച്ചുകൂടി ഒരു കോംപ്ലിക്കേഷൻ ഉള്ള പോലെ തോന്നും. ഇതിൽ ഈ സെമി സർക്കിൾ എന്ന് പറയുന്ന മുകളിലത്തെ സർക്കിൾ ആണ്,
ഞാനിത് സെമി സർക്കിൾ ആണെന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഫുൾ ആയിട്ട് വരച്ചത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഫിഗറിൽ സെമി സർക്കിളിന്റെ റേഡിയസ് 5 സെന്റിമീറ്റർ ആണ്. പി ബി 2 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് പി എ കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ പി ക്യു ആർ എസ് എന്ന് പറയുന്ന ഈ ഒരു എന്താണ് സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, ഈ പറയുന്ന പി എം എന്ന് പറയുന്നത് ഒരു സൈഡ് ആയിരിക്കുന്ന സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ ഈ രണ്ട് ഏരിയകളും തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കണം. ഓക്കെയാണ്. ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓ കേന്ദ്രമായ വൃത്തത്തിന്റെ ആരം അവ ഈ പറയുന്ന എ ഒ എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണെന്നാ പറയുന്നത്. പി ബി ഈ പറയുന്ന ലെങ്ത് എന്താണ്, 2 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നു. പി ക്യു ആർ എസ് എന്ന് പറയുന്ന ഈ വലിയ ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ എന്താണ് പി എം എന്ന് പറയുന്നത് ഇതാണ്. പി എം ആയിരിക്കുന്ന ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഈ പറയുന്ന രണ്ട് ഏരിയകൾ അല്ലെങ്കിൽ രണ്ട് പരപ്പളവുകൾ അല്ലെങ്കിൽ രണ്ട് വിസ്തീർണങ്ങൾ തമ്മിലുള്ള എന്ത് കണ്ടുപിടിക്കണം, റേഷ്യോ അഥവാ അനുപാതം അല്ലെങ്കിൽ അംശബന്ധം എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളല്ലേ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ചെയ്തു നോക്കാം. എ ബി 10 സെന്റിമീറ്റർ ആയിരിക്കുമല്ലോ. കാരണം ഇവിടെ പറഞ്ഞു ഈ വൃത്തത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന സർക്കിളിന്റെ റേഡിയസ് 5 സെന്റിമീറ്റർ ആണല്ലോ. അപ്പൊ ഇത് എ ബി ഡയമീറ്റർ അല്ലേ. അപ്പൊ എ ബി ഡയമീറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം അറിയാം, എന്താണ്, ഡയമീറ്റർ എന്ന് പറയുന്നത് റേഡിയസിന്റെ ഇരട്ടിയാണ്. അപ്പൊ എ ബി 10 സെന്റിമീറ്റർ ആണെന്ന് ഓക്കെ ആണല്ലോ. പി ബി 2 സെന്റിമീറ്റർ ആണെന്ന് ഓൾറെഡി ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഒരു ഫാക്ട് ഒന്ന് പരിശോധിച്ച് നോക്കാം. 1 സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഇവിടെ പി ഒ എന്ന് പറയുന്നത് എത്രയാണ്, ഒ ബി മൈനസ് പി ബി ആണല്ലോ. പി ഒ എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന പി ഒ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒ ബി മൊത്തത്തിൽ 5 അല്ലേ, കാരണം റേഡിയസ് അല്ലേ. അപ്പൊ ഒ ബി 5 ആണ്. ഒ ബിയിൽ നിന്ന് പി ബി മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 3 സെന്റിമീറ്റർ ആണെന്ന് കിട്ടും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന പി എ കണ്ടുപിടിക്കാനാണ്. പി എ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഇത് എ ബി അല്ലേ, എ ബി 10 സെന്റിമീറ്റർ അല്ലേ. എ ബിയിൽ നിന്ന് പി ബി മൈനസ് ചെയ്താൽ നമുക്ക് പി എ കിട്ടുമല്ലോ. അപ്പൊ എ ബി മൈനസ് പി ബി 10 മൈനസ് 2 ഈസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ. പി എയുടെ ലെങ്ത് കിട്ടിയോ, പി എയുടെ ലെങ്ത് കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഇവിടെ പി എസ് എന്ന് പറയുന്നത് എന്താണ്, ഇതാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഒരു സെമി സർക്കിൾ എടുത്താൽ നമുക്ക് എന്ത് ചെയ്തു, പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി എസ് സ്ക്വയർ. നമ്മൾ ഓൾറെഡി പഠിച്ച ഫാക്ട് അല്ലേ, ആ പഠിച്ച ഫാക്ട് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന ഫാക്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ പി എ ഇൻറ്റു പി ബി പി എസ് സ്ക്വയർ കിട്ടി. അപ്പൊ പി എയുടെയും പി ബിയുടെയും ലെങ്ത് കൊടുത്തപ്പം പി എസ് സ്ക്വയർ എത്രയാണ്, എത്രയാവട്ടെ. അപ്പൊ പി എസ് സ്ക്വയർ 16 ആണെങ്കിൽ പി എസ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 82 അല്ലേ. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 16 16. അപ്പൊ എന്ത് ചെയ്തു, 4 സെന്റിമീറ്റർ എന്ന് കിട്ടി. പി എയുടെ ലെങ്ത് കിട്ടിയോ, സോറി പി എസിന്റെ ലെങ്ത് കിട്ടിയോ, പി എസിന്റെ ലെങ്ത് കിട്ടി. അപ്പൊ പി എസിന്റെ ലെങ്ത് 4 ആണെങ്കിൽ പി ക്യു ആർ എസിന്റെ ഏരിയ 16 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ. അപ്പൊ പി ക്യു ആർ എസിന്റെ പരപ്പളവ് എന്താണ്, 16 സെന്റിമീറ്റർ ആയിരിക്കും. കാരണം ഒരു ലെങ്ത് കിട്ടിയാൽ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ അല്ലേ. അപ്പൊ 16 സെന്റിമീറ്റർ ആയിരിക്കും അതിന്റെ ഏരിയ. ഇനി അടുത്തൊരു കാര്യമുണ്ട്, അടുത്തൊരു ഫാക്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, പി എം കണ്ടുപിടിക്കണ്ടേ. കാരണം ഇവിടെ പി എസ് കണ്ടുപിടിച്ചു, അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, ഇതിന്റെ ഏരിയ കിട്ടി. ഓക്കെ അല്ലേ. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, നമുക്ക് എന്ത് ചെയ്യണം, പി എം കണ്ടുപിടിക്കണം. പി എം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ചെറിയ സർക്കിളിലേക്ക് വരണം, സെമി സർക്കിളിലേക്ക്. അവിടെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യും, പി ഒ ഇൻറ്റു പി ബി അല്ലെ. പി ഒ ഇൻറ്റു പി ബി ആയിരിക്കും പി എം സ്ക്വയർ. ഓക്കെ ആണല്ലോ. അവ ഈ പിക്ചർ ഒന്ന് വലുതാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവ ഇവിടെ പി ഒ ഇൻറ്റു പി ബി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പി എം സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഒന്ന് നോക്കിയാൽ
ഓക്കെ. അപ്പൊ ഇവിടെ പി ഒ ഇൻറ്റു പി ബി എന്താണ്? പി എം സ്ക്വയർ ആണ്. അപ്പൊ പി എം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 3 ഇൻറ്റു 2 ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? റൂട്ട് 6 എന്ന് കിട്ടി. ഓക്കെ. അപ്പൊ റൂട്ട് 6 ആണെങ്കിൽ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്, വിസ്തീർണം എന്ന് പറയുന്നത് എന്തായിരിക്കും? റൂട്ട് 6 അല്ലേ വൺ സൈഡ്. അപ്പൊ റൂട്ട് 6 ഇൻറ്റു റൂട്ട് 6 എത്രയാണ്? 6 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? ഇതിന്റെയും ഏരിയ കിട്ടി. 6 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ഏരിയ എന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? റേഷ്യോ കണ്ടുപിടിക്കാൻ സുഖല്ലേ? 16:2 അല്ല 16:C എന്ന് പറയുന്നതാണ് റേഷ്യോ. അത് നമ്മൾ ഒന്നുകൂടി ചെറുതാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്നത് 8, ഈ പറയുന്നത് 3. അപ്പൊ 8:3 എന്ന് കിട്ടും അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? ഈ പറയുന്ന അനുപാതവും കണ്ടുപിടിച്ചു. ഓക്കെ ആണേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. നിങ്ങളോട് പറയുന്നു, ഇതിൽ എ ബി സർക്കിളിന്റെ ഡയമീറ്റർ ആണ്, സി ഡി എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ്, അതേപോലെ തന്നെ എന്താണ് ഇവിടെ എ പി 8 സെന്റിമീറ്റർ ആണ്, പി ബി 2 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നു, പി സിയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറയുന്നു. എന്നിട്ട് നിങ്ങളോട് പറയുന്നു 5 സെന്റിമീറ്റർ വീതിയും 5 സെന്റിമീറ്റർ നീളവും അതേപോലെ തന്നെ 3 സെന്റിമീറ്റർ വീതിയുള്ള ഒരു റെക്ടാങ്കിൾ വരക്കാൻ പറയുന്നു. എന്നിട്ട് അതേ ഏരിയയിൽ ഒരു സ്ക്വയർ വരക്കാൻ പറയും. അപ്പൊ എ ബി വൃത്തത്തിന്റെ വ്യാസമാണ്, എ ബി സി ഡിക്ക് എന്താണ്? ലംബമാണ്. എ പി 8 സെന്റിമീറ്റർ ആണ്, പി ബി 2 സെന്റിമീറ്റർ ആണ്. പി സിയുടെ അളവ് ആദ്യം കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ചോദ്യം, 5 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയുള്ള ചതുരം വരക്കണം. എന്നിട്ട് അതേ ചതുരത്തിന്റെ വിസ്തീർണമുള്ള ഒരു സ്ക്വയർ അഥവാ സമചതുരം വരക്കണം. ഇത് 2022 ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ആദ്യ പാർട്ട് കണ്ടുപിടിക്കണം. ആദ്യ പാർട്ടിൽ നമുക്ക് വളരെ സിമ്പിൾ ആണ്. പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ. പി എ 8 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്, പി ബി 2 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ പി സി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 8 ഇൻറ്റു 12 ആണ്. പി സി സ്ക്വയർ 16 ആണ്. അപ്പൊ പി സി സ്ക്വയർ ഒഴിവാക്കിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പൊ 14ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. ഓക്കെ ആണ്. നമുക്ക് എന്ത് ചെയ്തു? ഈ പറയുന്ന കാര്യവും കിട്ടി. ഇനി നമ്മളോട് പറയുന്നത് 5 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയുള്ള ഒരു സർക്കിൾ വരക്കാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു റെക്ടാങ്കിൾ വരക്കാൻ നമ്മൾ വരച്ചു. എന്നിട്ട് രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഈ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലെങ്ത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതെങ്ങനെയാണ്? നിങ്ങൾ ഇവിടെ കോമ്പസിന്റെ സൈഡ് ഇവിടെ വെക്കുക, കോമ്പസിൽ എന്ത് ചെയ്യുക? പെൻസിലിൽ ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് അതേ കോമ്പസ് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ഈ ഒരു പോയിന്റ് നീട്ടി വരച്ചാൽ മീറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഈ ഒരു പോയിന്റിലായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന 5+3 8 എന്ത് ചെയ്യുക? വ്യാസമായിട്ട്, ഡയമീറ്റർ ആയിട്ട് ഒരു സർക്കിൾ വരക്കുക. അപ്പൊ എന്ത് ചെയ്യുക? ഈ പറയുന്ന വ്യാസമായിട്ട് സർക്കിൾ വരക്കുക. അപ്പൊ നിങ്ങൾക്ക് സെന്റർ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നേരെ ഇവിടുന്ന് കോമ്പസ് എടുക്കുക, എന്നിട്ട് ഹാഫിനേക്കാൾ കൂടുതൽ ഒരു ആർക്ക് ഇടുക. ഇവിടുന്നും കോമ്പസ് എടുക്കുക, ഈ പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു ആർക്ക് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നേരെ ഇങ്ങോട്ട് എന്ത് ചെയ്യുക? ഒരു ലംബം വരക്കുക. അപ്പൊ ഇതായിരിക്കും സെന്റർ. ഇത് സെന്റർ ആയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഒരു സർക്കിൾ വരക്കുക. ഓക്കെ ആണല്ലോ? ഇത് സെന്റർ ആയിട്ട് നിങ്ങൾ ഒരു സർക്കിൾ വരക്കുക. ആ സർക്കിൾ വരച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന ബി സി എന്ന് പറയുന്ന ലെങ്ത് എന്ത് ചെയ്യുക? നീട്ടി വരക്കുക. അപ്പൊ ഇത് സർക്കിളിൽ ടച്ച് ചെയ്യുമല്ലോ. അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യം എന്താണ്? എ ബി ഇൻറ്റു പി കെ. ഇവിടെയുള്ള കണക്കനുസരിച്ച് എ ബി ഇൻറ്റു പി കെ ഈസ് ഈക്വൽ ടു എന്താണ്? പി ഇ സ്ക്വയർ ആയിരിക്കുമല്ലോ. അപ്പൊ ഇവിടെ 5 ഇൻറ്റു 3 15. അപ്പൊ ബി ഇ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 5 ഇൻറ്റു 3 15 ആയിരിക്കും അല്ലെ? ഓക്കെ. അപ്പൊ ഇവിടെ എന്താ? 15 എന്ന് പറയുന്നതാണ് ബി ഇ സ്ക്വയർ. ഓക്കെ ആണല്ലോ? അപ്പൊ ബി ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 15 ആയിരിക്കും. അപ്പൊ നേരത്തെ നമ്മൾ വരച്ച ഇതിന്റെ ഏരിയ എത്രയാണ്? 5 ഇൻറ്റു 3 എത്രയാണ്? 15 സെന്റിമീറ്റർ സ്ക്വയർ അല്ലേ ഇതിന്റെ ഏരിയ. ഇനി ഇതിന്റെ ഒരു സൈഡ് എത്രയാണ്? റൂട്ട് 15 ആണ്. അപ്പൊ റൂട്ട് 15 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് എ സ്ക്വയർ ആണ് ഒരു സ്ക്വയറിന്റെ ഏരിയ.
അപ്പൊ √15 ഇൻറ്റു √15 ഒരേ സ്ക്വയർ ഉള്ള നമ്പേഴ്സ് നമ്മൾ ഇതിന്റെ സ്ക്വയറുകൾ മീൻസ് ഇതിന്റെ റൂട്ടുകൾ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കറിയാം ഈ റൂട്ട് അങ്ങ് ഒഴിവായി പോകും. അപ്പൊ 15 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ പറയുന്ന സ്ക്വയറിന്റെയും ഏരിയ. അപ്പൊ ഇത്രയും ഫാക്ടുകൾ നിങ്ങൾ പഠിച്ചല്ലോ. ഇത്രയും ഫാക്ടുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരിക്കൽ കൂടി ഈ ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഒന്നാമത്തെ ഫാക്ട്, സെമി സർക്കിളിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അവ അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണ്. പൈതഗോറസ് തിയറം ഒന്ന് ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ ഒരു ഞാണ് അതിന്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന അല്ലെ ഒരു ചാപം മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുകൾ ഈക്വൽ ആണ്. ഒരു കോഡ് ആൾട്ടർനേറ്റ് സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. അടുത്തത്, ഒരു ആർക്ക് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതിയായിരിക്കും അത് ഓപ്പോസിറ്റ് സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന ആംഗിള്. അതേപോലെ തന്നെ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്തായിരിക്കും? 180 ആയിരിക്കും. അതായത് സപ്ലിമെന്ററി എന്ന് പറയും. ഇവിടുന്ന് പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ ഇവിടെയും പി എ ഇൻറ്റു പി ബി പി സി ഇൻറ്റു പി ഡി എന്ന് പറയുന്ന ഇക്വേഷൻ. ഇവിടുന്ന് എന്ത് ചെയ്യുക? പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ. അപ്പൊ ഇത്രയും ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കാര്യങ്ങൾ മനസ്സിലാകും. അതോടൊപ്പം ഇതുപോലെയുള്ള ചതുരം അതിന്റെ വിസ്തീർണത്തിലുള്ള സ്ക്വയർ വരക്കാൻ പറഞ്ഞാൽ ചതുരത്തിന്റെ വീതി എന്ത് ചെയ്യുക? നീളത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് ഈ നീളവും വീതിയും അടങ്ങുന്ന അല്ലെങ്കിൽ അത് വ്യാസമായിട്ടുള്ള ഒരു സർക്കിൾ വരക്കുക. എന്നിട്ട് ഇത് നീട്ടി വരച്ചാൽ കിട്ടുന്നത് ഈ ലെങ്ത്തിൽ നിങ്ങൾ ഒരു സ്ക്വയർ വരച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇതേ വിസ്തീർണമുള്ള എന്ത് കിട്ടും? സ്ക്വയർ കിട്ടും. അടുത്ത കാര്യം, ഒരു ട്രയാങ്കിൾ അഥവാ ഒരു സർക്കിൾ വരച്ച് അതിന്റെ പുറത്ത് ട്രയാങ്കിൾ വരക്കാൻ പറഞ്ഞാൽ ആ ട്രയാങ്കിളിന്റെ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ ആ ആംഗിളിനെ 180യിൽ നിന്ന് ആ ആംഗിൾ മൈനസ് ചെയ്തിട്ട് ആംഗിൾ എടുക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? എന്നിട്ട് ഈ പറയുന്ന രണ്ട് പോയിന്റിനും പെർപെൻഡിക്കുലർ ആയിട്ട് വരക്കുന്ന ലൈൻ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 70 ആയിരിക്കും. ഇനി ഇവിടെ നിങ്ങൾ 130 എടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇവിടെ 50 കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും ഫാക്ടുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? സപ്പോർട്ട് ചെയ്യുക, പരമാവധി ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തിക്കുക. ഓക്കെ, താങ്ക് യു.